ഈ അമ്മയായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പണ്ടത്തെ ആളുകൾ രാവിലെ എണീറ്റിട്ട് അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുമ്പോ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് ചവിട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു. സമുദ്രവസനേ ദേവി പർവതസ്തന മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. സമുദ്രമാകുന്ന വസ്ത്രമുടുത്തവളേ ദേവി, പർവ്വതങ്ങളാകുന്ന സ്ഥനമുള്ളവളേ, വിഷ്ണുവിന്റെ പത്നിയായി വിരാജിക്കുന്നവളെ എന്റെ കാഴ്ച വിട്ടു പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് മാത്രമേ നിലത്ത് കാല് കുത്തുമായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി അമ്മയ്ക്ക് തുല്യമായി ആരാധിച്ചിരുന്ന ഒരു കാലം, പുഴയെ വെള്ളത്തെ ആരാധിച്ചിരുന്ന കാലം. ആ അമ്മയെ അപമാനിക്കാതെ, ആ അമ്മയുടെ പച്ചപ്പട്ടാടകൾ നശിപ്പിക്കാതെ, സൂര്യൻ കൊടുത്ത വസ്ത്രത്തെ പിച്ചു ചീന്താതെ, അമ്മയ്ക്ക് അച്ഛൻ വാങ്ങിക്കൊടുത്ത വസ്ത്രത്തെ പിച്ചു ചീന്തുന്നവരല്ലേ നമ്മൾ, അല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടില് ചെന്നാ കുറേ മാമന്മാരുണ്ട്. ആ വീട്ടിന്റെ മുറ്റത്തൊരു തെങ്ങുണ്ടെങ്കിൽ, അവിടെ ഒരു മാവുണ്ടെങ്കിൽ, അവിടെ ഒരു പ്ലാവുണ്ടെങ്കിൽ, ആദ്യം ഇവന്റെ തള്ളൽ തുടങ്ങും. ഈ മാവ് മുറിക്കണം കേട്ടോ, ഈ പ്ലാവ് മുറിക്കണം കേട്ടോ, ഇത് മുറിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അവനെ ചൂല് കൊണ്ട് അടിച്ചു പുറത്താക്കുക, അല്ലെങ്കിൽ അവനെ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക. കാരണം മരം കണ്ടാ ദേഷ്യം വരുന്ന, മരം കണ്ടുകൂടാത്ത, ഇതിന്റെ ഇല വീണ അടിച്ചു മാരണ്ടേ എന്ന് പറയുന്ന ഭീകരന്മാരാണ്. മരം കണ്ടൂടാ, സസ്യങ്ങൾ കണ്ടൂടാ, പുല്ല് കണ്ടാ ദേഷ്യം വരും. പുല്ല് ചത്തല പ്രധാനം. ഈ ഭൂമിക്ക് ചുറ്റുവട്ടം മണ്ണ് കാറ്റത്തും വെള്ളത്തിലും ഒലിച്ചു പോകാതെ മണ്ണിനെ കാത്തുരക്ഷിക്കുന്ന ഭൂമിയുടെ ദിവ്യ ആവരണമാണ് പുല്ല്. അറിയോ, പുല്ലൊരു തമാശ കളിയല്ല. ഏറ്റവും കൂടുതൽ ഓക്സിജൻ ബക്കറ്റിൽ വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കുന്നതിന് മുമ്പ് ആ ബക്കറ്റിൽ ആ മഗ്ഗിലെ വെള്ളവും കയ്യിൽ പിടിച്ചിട്ട് ഗംഗേ യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം അങ്ങോട്ട് തന്നെ ഒഴിച്ച് എന്നിട്ട് മാത്രം മുക്കി തലയിൽ ഒഴുക്കുന്ന കാലമുണ്ടായിരുന്നു. വെള്ളത്തെ ആരാധിക്കാൻ പഠിച്ചിരുന്നു, മണ്ണിനെ ആരാധിക്കാൻ. ശ്രീ കുരുവായിരുന്നു മണ്ണ്. കുരു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ ഗോളങ്ങളും അല്ലെ ഉരുണ്ടതാണല്ലോ. ഗോളം എന്ന് പറഞ്ഞാൽ ഉരുണ്ടതാണ്. ഈ ഗോളം എന്നത് സംസ്കൃത വാക്കാ. അതിന് പച്ച മലയാളത്ത് പറയുന്ന കുരു. നക്ഷത്രങ്ങളും സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം കുരുവാൻ. കാരണം അത് പ്രപഞ്ചത്തിന്റെ തനത് ഭാവമാണ്. ആരാ ഇത് ഉരുട്ടിവിട്ടത്? ആരും ഉരുട്ടണ്ട. പ്രപഞ്ചത്തിൽ എന്ത് വസ്തു പദാർത്ഥങ്ങളും സ്വതന്ത്രമായി വിട്ടാൽ ഉരുണ്ടു കൂടും.